2021 അതിതീവ്ര മഴയിൽ തകർന്ന മൂന്നിലൂർ പഞ്ചായത്തിലെ കടവുപുഴ പാലം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗോത്രകാര്യ വകുപ്പ് മന്ത്രി ജുവൽ ഓറം ഉറപ്പ് നൽകിയതായി ഫ്രാൻസിസ് ജോർജ് എം.പി. അറിയിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏക പട്ടികജാതി പട്ടികവർഗ പഞ്ചായത്തായ മൂന്നിലൂരിലെ കടവുപുഴ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിച്ചതിന് മറുപടിയായി മന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യം. പാലം തകർന്നതോടെ മലഞ്ചെരുവുകൾ നിറഞ്ഞ പഞ്ചായത്തിലെ ജനങ്ങളുടെ സഞ്ചാരം ദുഷ്കരമായിരിക്കുകയാണ്. ആശുപത്രികൾ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ 20 കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. സദസ്യ ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്. Sir, Madam, this Moonalavar Panchayat is the only SC/ST Panchayat in my parliament constituency, Madam. And the connectivity, the road and the bridge, the Kadavupuzha bridge that connects this Panchayat to the outside world, got heavily damaged during the 2001 floods. And the state government, even though the state government got the disaster management fund, has failed to construct that bridge. The local people has to take a detour of 20 kilometers to reach the settlement. So I request the Tribal Affairs Ministry to grant funds to reconstruct the road and the bridge at the earliest. Thank you, Madam. പാലം തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് പാലം പുതുക്കിപ്പണിയാൻ 4 കോടിയും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് 8 കോടി രൂപയുമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത്രയും രൂപ അനുവദിച്ച പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു.